Hi all, welcome to Greenboard. So today we are going to discuss exercise questions of 1.5. Okay, ആദ്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റ്സിലെ യൂണിയൻ ഇന്റർസെക്ഷൻ മുതലായ ടേംസ് പരിചയപ്പെട്ടിരുന്നു. വിശദമായി തന്നെ നമ്മൾ അതിൽ കണ്ടിരുന്നു. സോ ഇന്ന് നമ്മൾ അതിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് കാണാനായി പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ലെറ്റ് യു ഈക്വൽ ടു സെറ്റ് 1 to 9. ഓക്കെ, 1 മുതൽ 9 വരെയുള്ളതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് വരുന്നത്. എന്നിട്ട് അതിൽ തന്നെ 3 സെറ്റ്സ് ABC എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ A കോംപ്ലിമെന്റ്, B കോംപ്ലിമെന്റ് മുതലായുള്ള ഈ 6 സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പോകുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എക്സാമിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതെന്നുണ്ടെങ്കിൽ എന്ത് വേണം, എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ ആ ക്വസ്റ്റ്യൻസിന് ആവശ്യമായ ഗിവൺ ഡാറ്റാസ് നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്, A കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ആ സെറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം, യൂണിവേഴ്സൽ സെറ്റും അതുപോലെ തന്നെ എയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ആ ഗിവൺ ഡാറ്റാസ് ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ 1, 2, 3 1 2 3 4 5 6 7 8 and 9 ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ A കോംപ്ലിമെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ A കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ Aന്റെ കോംപ്ലിമെന്റ്, സോ വി ഹാവ് ടു റൈറ്റ് A. അപ്പോൾ സെറ്റ് 1 2 3 and 4 ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ അതിന്റെ കോംപ്ലിമെന്റ് എന്താണ് വരിക, യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഈ സെറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാവരും. അപ്പോൾ 1 2 3 4 എന്ന് പറയുന്നതാണ് നമ്മുടെ A. അപ്പോൾ അത് ഒഴികെയുള്ള എല്ലാവരും. സോ 5 6 7 8 and 9 5 6 7 8 and 9 this is our A കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് വെൻ ഡയഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണ് നമ്മുടെ ഒരു റെക്റ്റാങ്കിൾ വരാം അല്ലേ. അതിൽ ഇനി നമുക്കൊരു സർക്കിൾ ആവശ്യമുണ്ട്, വിനയുടെ സർക്കിൾ. ഇനി നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റിലെ ഒരു സെറ്റാണ് A എന്ന് പറയുന്നത്. അപ്പൊ Aയിൽ ആരൊക്കെ ഉണ്ട്, 1 2 3 as well as 4. അപ്പൊ ഇതാണ് നമ്മുടെ A എന്ന് പറയുന്ന സെറ്റ്. ഇനി ബാക്കിയുള്ളവരെല്ലാവരും പുറത്താണ് കിടക്കേണ്ടാവുക അല്ലെ. അപ്പോൾ 1 2 3 4 കഴിഞ്ഞാൽ 5 6 7 8 and 9. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് കിടക്കുന്നത്. അതിൽ A എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ A ഒഴികെയുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, Aനെ നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയാം. A നമുക്ക് വേണ്ടല്ലോ. അപ്പൊ വി ആർ ഗോയിങ് ടു ഇറേസ് A. അപ്പോൾ ബാക്കി നമുക്ക് എന്താണോ കാണാൻ പറ്റുക അതാണ് നമ്മുടെ A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. സോ 5 6 7 8 and 9. ഓക്കെ, ഇതാണ് നമ്മുടെ സെറ്റ് വരാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ സെയിം തന്നെ നമ്മൾ ആദ്യം തന്നെ വേണ്ട കാര്യങ്ങൾ, ആ ക്വസ്റ്റ്യന് വേണ്ട കാര്യങ്ങൾ. അപ്പൊ ക്വസ്റ്റ്യനിൽ നിന്നും തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തെഴുതുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോത്തീസിസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ഹൈപ്പോത്തീസിസ് എന്താണ്, B കോംപ്ലിമെന്റ് ആണ് കാണണ്ടേ. അപ്പൊ കോംപ്ലിമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ Bന്റെ കോംപ്ലിമെന്റ് ആണല്ലോ കാണണ്ടേ. സോ Bയും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഒരു എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴേ തന്നെ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ ആ ഒരു മോഡൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് ആവശ്യമായ ഗിവൺ ഡാറ്റാസ് നമ്മൾ എഴുതി. ദെൻ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ കോംപ്ലിമെന്റ് ഓഫ് B. അപ്പൊ എന്താണ്, 2 4 6 8 ആണ് നമ്മുടെ സെറ്റ് അല്ലെ. 2 4 6 8 എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 അല്ലെ. 8 അല്ലെങ്കിൽ അതിന് താഴെയോ ഉള്ള ഈവൺ നമ്പേഴ്സിന്റെ ഒരു സെറ്റ്, ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ, അങ്ങനെയും കൂടി പറയുന്നതായിരിക്കും ഭംഗി. സെറ്റ് ഓഫ് ഓൾ ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പൊ എന്തൊക്കെ വരും, 2 4 6 and 8 അതാണ് നമ്മുടെ B എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ അവരെ നമുക്ക് വേണ്ട, ബാക്കിയുള്ളവർ ആരാണത്. അപ്പോൾ ഈവൺ നമ്പേഴ്സിനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ എന്താണ് ഉണ്ടാവുക, ഓഡ് നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. സോ 1 3 5 7 and 9. ഓക്കെ, ഇതാണ് ഇപ്പൊ സെറ്റ് ഓഫ് ഓൾ ഈവൺ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഓഡ് നമ്പറിനെ നമുക്ക് എങ്ങനെ വിളിക്കാം, സോറി നമ്മുടെ B എന്ന് പറയുന്ന സെറ്റ് നമുക്ക് എങ്ങനെ വിളിക്കാം, സെറ്റ് ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് പറയാം. 9നോ അല്ലെങ്കിൽ അതിന് താഴെയോ ഉള്ള ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നാലും 9 പെടില്ലല്ലോ, കാരണം അതൊരു ഈവൺ നമ്പർ അല്ലാത്തതുകൊണ്ട് അത് പെടില്ല. അപ്പൊ പിന്നെ സെറ്റ് ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ് നമ്മുടെ
ബി എന്ന് പറഞ്ഞ സെറ്റ് വരാം. സോ സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ് നമ്മുടെ ബിന്റെ കോംപ്ലിമെന്റ് വരാം. അപ്പൊ നമ്മുടെ ബി എന്താണ്? 2 4 6 8 ആണ്. 2 4 6 8 ദിസ് ഈസ് അവർ ബി. ഇനി ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഇവിടേക്ക് എഴുതാം. 1 2 ഇവിടെ ഉണ്ട്, 3 4 5 6 ഇവിടെ ഉണ്ട്, 7 8 ഇവിടെ ഉണ്ട്, സോ 9. സോ ദിസ് ഈസ് അവർ യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബിന്റെ കോംപ്ലിമെന്റ് ആണ് ആവശ്യമല്ലേ. അപ്പൊ ബി ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും ബി നമുക്ക് വേണ്ട. സോ ലെറ്റ്സ് ഇറേസ് ബി ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ബി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എന്താ കാണാൻ പറ്റുക? 1 3 5 7 and 9. സോ ദിസ് ഈസ് അവർ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താ? എ യൂണിയൻ സിന്റെ കോംപ്ലിമെന്റ് ആണ് കാണേണ്ടത്. അപ്പൊ നമ്മുടെ ഹൈപ്പോത്തിസിസിൽ ആരൊക്കെ വരും? കോംപ്ലിമെന്റ് കാണണമെങ്കിൽ എന്തായാലും യൂണിവേഴ്സൽ സെറ്റ് അറിയണം. സോ യൂണിവേഴ്സൽ സെറ്റ്. അതുപോലെ എന്റെയും സിന്റെയും യൂണിയന്റെ ആണ് ആവശ്യം. അതുകൊണ്ട് തന്നെ എയും സിയും നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്നും ഒന്ന് എടുത്തത്. അപ്പൊ 1 2 3 4 5 6 7 8 and 9 ദിസ് ഈസ് അവർ യൂണിവേഴ്സൽ സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 and 4 this is our A and 3 4 5 6 this is our B. Okay, അപ്പൊ ഇനി നമുക്ക് ഇവിടെ എ യൂണിയൻ സി ആണ് കാണേണ്ടത്. എയുടെയും സിന്റെയും യൂണിയൻ. എ യൂണിയൻ സി എന്ന് പറയുമ്പോൾ എന്താണ് വരാ? എയിലെ എലമെന്റ്സ് എല്ലാനും വേണം, പ്ലസ് സിയിലെ എലമെന്റ്സ് വേണം. അപ്പൊ എയിലെ എല്ലാവരും എന്ന് പറയുമ്പോൾ 1 2 3 4 1 2 3 4. ഇനി ഇതിന്റെ കൂടെ സിയിലെ എലമെന്റ്സ്. അപ്പൊ 3 4 ഇനിയും എഴുതേണ്ട ആവശ്യമില്ല, കാരണം ബൈ ഡെഫിനിഷൻ നമുക്കറിയാം SN ഹാസ് നോ ഓർഡർ ആസ് വെൽ ആസ് റിപ്പീറ്റേഷൻ. അപ്പൊ 3ഉം 4ഉം ഇനിയും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. പിന്നെ വാട്ട് ആർ ദ റിമൈനിങ് 5 and 6. അപ്പൊ 5 6. ഇതാണ് നമ്മുടെ എ യൂണിയൻ സി. പക്ഷെ നമുക്ക് എന്താണ് ആവശ്യം? എ യൂണിയൻ സിന്റെ കോംപ്ലിമെന്റ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഒഴിവാക്കാം. എക്സാമിന് ഇത് ചെയ്യുമ്പോൾ ഐദർ ദ തിയറി പാർട്ട് ഓർ വെൻ ഡയഗ്രം ഏതെങ്കിലും ഒന്ന് മതി. ആ വെൻ ഡയഗ്രം കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെൻ ഡയഗ്രം ചെയ്യുന്നവർക്ക് എളുപ്പമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആ ഒരു രീതി കാണിച്ചു തരുന്നത് കേട്ടോ. വെൻ ഡയഗ്രാമോ അല്ലെങ്കിൽ ഈ തിയറി പാർട്ടിൽ ഏതെങ്കിലും ഒന്നും മതി നമുക്ക് എക്സാമിന്. ഓക്കെ, വെൻ ഡയഗ്രാം എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം, അല്ലാത്ത പക്ഷെ നമ്മുടെ ചോയ്സ് ആണ്. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള എലമെന്റ്സ് ആണ്. അപ്പൊ അത് ഒഴികെ പിന്നെ ഇതിൽ എന്താണുള്ളത്? 7 8 and 9. സോ ദിസ് ഫോംസ് അവർ എ യൂണിയൻ സി കോംപ്ലിമെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോംപ്ലിമെന്റ് ഓഫ് എ യൂണിയൻ സി ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ വെൻ ഡയഗ്രാം ഒന്ന് നോക്കുകയാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും? നമുക്ക് ആദ്യം തന്നെ ഒരു യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കണം. സോ ലെറ്റ്സ് ഡ്രോ എ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റായി. ഇതിന്റെ ഉള്ളിൽ നമുക്ക് എയും സിയും അങ്ങനെ 2 സെറ്റ്സ് ആവശ്യമുണ്ട് അല്ലെ. അവരുടെ യൂണിയനും നമുക്ക് വേണം. അപ്പൊ നമ്മൾ 2 സെറ്റ്സ് ആദ്യം തന്നെ വരച്ചു വെക്കുക. ഓക്കെ, സോ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ആയി. ദിസ് ഈസ് അവർ യൂണിവേഴ്സൽ സെറ്റ്. ഇനി ഒരു സെറ്റ് എ വേണം, ആസ് വെൽ ആസ് അടുത്ത സെറ്റ് ബി നമുക്ക് വേണം. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയാണുള്ളത്? 1 2 3 4. ദെൻ സിയിൽ 3 4 5 6. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും 3 and 4 ആർ കമ്മിങ് ഇൻ 2 സെറ്റ്സ്. ഇവിടെയും 3 4 ഉണ്ട്, ഇതിലും 3 4 ഉണ്ട്. സോ അവർ കോമൺ ആണെന്ന് മനസ്സിലായതുകൊണ്ട് അത് നമുക്ക് സെന്ററിലായിട്ട് എഴുതാം. സോറി, ഇത് ബി അല്ല കേട്ടോ, സി ആണ്. സെന്ററിലായിട്ട് എഴുതാം. ഇനി എനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എയിൽ പിന്നെ ആരൊക്കെയാണ് വരുന്നത്? 1 2 ആണ് വരുന്നത്. സോ 1 and 2. അപ്പൊ 1 2 3 4 എന്ന് പറയുന്ന ഈ ഹോൾ സെറ്റ് ആണ് നമ്മുടെ എന്ത്? എ എന്ന് പറയുന്ന സെറ്റ്. സിമിലർലി 3 4 5 6 3 4 and 5 6 ഇതാണ് നമ്മുടെ സി വരുന്നത്. ഇനി എ യൂണിയൻ സി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവരെല്ലാവരും തന്നെ വരും അല്ലെ. എയുടെയും സിന്റെയും കോമ്പിനേഷൻ ആണ് ആവശ്യം. സോ 1 2 3 4 5 and 6. ഓക്കെ, ഇനി യൂണിവേഴ്സൽ സെറ്റിൽ വേറെ ആരൊക്കെ ഉണ്ട്? 6 കഴിഞ്ഞാൽ 7 8 and 9. 9 വരെയുള്ള എലമെന്റ്സ് ആണ് യൂണിവേഴ്സൽ സെറ്റിലുള്ളത് അല്ലെ. നമുക്ക് ആവശ്യം എ യൂണിയൻ സിന്റെ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ നമുക്ക് എ യൂണിയൻ സി എന്ന് പറയുന്ന കംപ്ലീറ്റ് പോർഷൻ ആവശ്യമില്ല. സോ ലെറ്റ്സ് ഇറേസ് എ യൂണിയൻ സി. എ യൂണിയൻ സി മുഴുവനായി നമുക്ക് ആവശ്യമില്ല. അപ്പൊ എ യൂണിയൻ സി നമുക്ക് കംപ്ലീറ്റ്ലി കളയാം.
അപ്പൊ അതൊഴികെ വേറെ എന്താണോ ഇവിടെ കാണാൻ പറ്റുന്നത് ദാറ്റ് ഫോംസ് അവർ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ അതൊഴികെ നമുക്ക് ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത് 7, 8 and 9 ആണ്. സോ ദാറ്റ് ഈസ് ദ കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ യൂണിയൻ ബിന്റെ കോംപ്ലിമെന്റ് ആണ് നമുക്ക് വേണ്ടത്. ദ കോംപ്ലിമെന്റ് ഓഫ് എ യൂണിയൻ ബി. അപ്പൊ നമുക്ക് ഇവിടെ ഗിവൺ ഡാറ്റാസ് ആയിട്ട് എന്തൊക്കെയാണ് വരാം? യൂണിവേഴ്സൽ സെറ്റ് എന്തായാലും നമുക്ക് വേണം, പിന്നെ എ ആസ് വെൽ ആസ് ബി. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റ് എ ആൻഡ് ബി. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ 1 മുതൽ 9 വരെയുള്ള ആളുകളാണ് വരാം. എ എന്ന് പറയുന്ന സെറ്റ് 1 മുതൽ 4 വരെ. ദെൻ ബി ഈസ് 2, 4, 6 and 8. ഓക്കെ, ഇനി എ യൂണിയൻ ബി കാണണം. അപ്പൊ എ യൂണിയൻ ബി അപ്പൊ എന്താ? 1, 2, 3, 4 അതാണ് നമ്മുടെ എ. 1, 2, 3, 4. ഇനി ബി എന്ന് പറയുമ്പോൾ 4 ഇതിൽ പെട്ടു, 2, 4 ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി 6, 8. ഓക്കെ, അപ്പൊ 6 and 8. So this is our A union B and we have to write its complement. എന്താണ്? 1 ഇവിടെ ഉണ്ട്, 2, 3, 4, 5 ഇല്ല, 5, 6, 7, 8, 9. അപ്പൊ ഇതിലില്ലാത്ത എലമെന്റ്സ് 1 by 1 ആയിട്ട് എടുത്ത് എഴുതിയാലും മതി. ഇനിയിപ്പോ എക്സാമിന് ഇങ്ങനെ ഇറേസ് ചെയ്ത് ചെയ്യലൊക്കെ പാടാണെങ്കിൽ വെൻ ഡയഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെ ചെയ്യണം? ആദ്യം നമ്മളൊരു യൂണിവേഴ്സൽ സെറ്റും അതുപോലെ തന്നെ സെറ്റൊക്കെ നമുക്ക് അറിയണ പോലെ നമ്മൾ വരച്ചു വെക്കുക. ഓക്കെ, ഇതുപോലെയാണ് ഏകദേശം നമ്മുടെ സെറ്റ് വരാം. അപ്പോൾ ഇത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ദിസ് ഈസ് അവർ എ ആസ് വെൽ ആസ് ദിസ് ഈസ് അവർ ബി. അപ്പോൾ കോമൺ എലമെന്റ്സ് 2, 4 ആണെന്ന് അറിയാവുന്നത് കൊണ്ട് അത് നമ്മളൊരു സെന്ററിലായിട്ട് എഴുതാം. ഇതിൽ 1, 2, 3 and 4. ദിസ് ഈസ് അവർ എ. 2, 4, 6 എ. ദിസ് ഈസ് അവർ ബി. ബാക്കി ആരൊക്കെ ഉണ്ട്? 5, 7 and 9. ഓക്കെ, ഇത് നമ്മൾ എഴുതി. ഇനി എന്താണ്? എ യൂണിയൻ ബി നമുക്ക് വേണം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? അത് നന്നായി ഒന്ന് കട്ട് ചെയ്തിടാം. ഓക്കെ, അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താണ് കാണാൻ പറ്റുക? 5, 7 and 9. സോ ദാറ്റ് ഈസ് അവർ എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? എ ഡബിൾ കോംപ്ലിമെന്റ് ആസ് വെൽ ആസ് ബി മൈനസ് ഇ കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എ ഡബിൾ കോംപ്ലിമെന്റ് എന്നാണ് അതിനെ വായിക്കുക, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് അങ്ങനെ നമുക്ക് വായിക്കാം. ഓക്കെ, അപ്പൊ അതിനെന്തൊക്കെ വേണം? നമുക്ക് കോംപ്ലിമെന്റ് കാണണമെങ്കിൽ എന്തായാലും യൂണിവേഴ്സൽ സെറ്റ് അറിഞ്ഞിരിക്കണം അല്ലെ? ദെൻ എ അറിയണം, ദെൻ എ കോംപ്ലിമെന്റ് അറിയണം, പിന്നെയാണ് നമുക്ക് എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതിലെ ഗിവൺ ഡാറ്റാസ് അല്ലെങ്കിൽ ഹൈപ്പോത്തിസിസ് ആയിട്ട് എന്തൊക്കെയാണ് വരാ? 1, 2 അങ്ങനെ 9 വരെയുള്ള നമ്മുടെ യൂണിവേഴ്സൽ സെറ്റും ആസ് വെൽ ആസ് 1, 2, 3, 4 എന്ന് പറയുന്ന നമ്മുടെ എ സെറ്റും, എ എന്ന് പറയുന്ന ഡിഫൈൻ സെറ്റും. ഇതാണ് ഹൈപ്പോത്തിസിസ്. അങ്ങനെ പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നിന്നും എഴുതാനായിട്ട് ഇത്രേ നമുക്കുള്ളൂ അല്ലെ? ഇനി എ കോംപ്ലിമെന്റ് എന്താണെന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായി. ഇത് സബ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അത് രണ്ടാമത് ചെയ്യാതെ ഇത് ഡയറക്റ്റ് ആൻസർ എടുത്ത് എഴുതിയാലും കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അത് നമുക്ക് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ എന്താണ്? എന്റെ കോംപ്ലിമെന്റ് ആണ് കാണേണ്ടത്. അപ്പൊ 1 മുതൽ 4 വരെ ഉള്ളതാണ് നമ്മുടെ എ. സോ 5 മുതൽ 9 വരെയുള്ള ആൾക്കാർ, 5, 6, 7, 8, 9 അവരാണ് നമ്മുടെ എന്റെ കോംപ്ലിമെന്റ് വരെ. ഇനി എന്താണ് കാണേണ്ടത്? എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ്. സോ 5, 6, 7, 8, 9 അവരാണ് നമ്മുടെ സെറ്റ്, അതിന്റെ കോംപ്ലിമെന്റ്. അപ്പൊ വി വിൽ കം ബാക്ക് ടു 1, 2, 3 and 4. ഓക്കെ, അപ്പൊ ഇതൊരു തിയറം ആണ് ആക്ച്വലി, അല്ലെങ്കിൽ ഇതൊരു ലോ ആണ്. ഒരു സാധനത്തിന്റെ കോംപ്ലിമെന്റ് 2 പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വി വിൽ കം ബാക്ക് ടു ദി ഒറിജിനൽ സെറ്റ്. എ ഡബിൾ കോംപ്ലിമെന്റ് എന്നാണ് വായിക്കുക, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ്. ഓക്കെ, എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ ദ സെയിം സെറ്റ്. ഓക്കെ, അതിനെ നമ്മൾ പറയില്ലേ 2 നെഗറ്റീവ്സ് അടുത്തടുത്ത് വന്നാൽ അത് നമ്മൾ പോസിറ്റീവ് ആവില്ലേ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈക്വൽ ടു പോസിറ്റീവ് അല്ലെ? ആ ഒരു സെയിം പ്രോസസ് തന്നെ കോംപ്ലിമെന്റ് ആണ് മാത്രം. ഓക്കെ, ഇനി ഇത് നമ്മളൊന്ന് ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. സോ 5, 6, 7, 8 and 9. ദിസ് ഫോംസ് അവർ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് ദിസ് ഈസ് അവർ എ. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരാം? ഇത്രയും ടേംസ് ആണ് എന്റെ കോംപ്ലിമെന്റ് ആയിട്ട് വരാം. പക്ഷെ നമുക്ക് എന്താണ് കാണേണ്ടത്? ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് കാണേണ്ടത്. സോ വി ഡോണ്ട് നീഡ് ദിസ് സെറ്റ്. ഓക്കെ, ഇത് നമുക്ക് വേണ്ട. സോ വാട്ട് ആർ ദ റിമൈനിങ് 1, 2, 3 and 4. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 6th one, ബി മൈനസ് സി ഹോൾ കോംപ്ലിമെന്റ് ആണ് നമുക്ക് കാണേണ്ടത്. സോ വാട്ട് ആർ അവർ ഗിവൺ ഡാറ്റാസ്? യൂണിവേഴ്സൽ സെറ്റ് ബി ആൻഡ് സി. ഇതാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ് ആയിട്ട് വരാം. 1, 2 അങ്ങനെ 9 വരെയുള്ള എലമെന്റ്സ് ആണ് ബി യൂണിവേഴ്സൽ സെറ്റ്. ബി എന്ന് പറയുമ്പോൾ 2, 4, 6, 8 ആൻഡ് സി ഈസ് 3, 4, 5 and 6. ദിസ് ഈസ് അവർ സി. ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ ബി
ആൻഡ് സി നമുക്ക് വേണം അല്ലെ. ഒരു മിനിറ്റ്. അപ്പൊ ബി മൈനസ് സി ആണ് നമുക്ക് ഇനി കാണേണ്ടത്. എന്നിട്ടാണ് നമുക്ക് ബി മൈനസ് സിന്റെ കോംപ്ലിമെന്റ് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് ബി മൈനസ് സി? ബി എന്ന സെറ്റിൽ നിന്നും സി നമ്മൾ കളയണം. ഓക്കെ, അപ്പൊ 3 നമുക്ക് ബിയിൽ നിന്നും കളയണം. പക്ഷെ 3 ഇവിടെ ഇല്ല, അപ്പൊ കളയാൻ പറ്റില്ല. ദെൻ 4 നമുക്ക് ബിയിൽ നിന്നും കളയണം. അപ്പൊ 4 ഇവിടെ ഉണ്ട്, സോ ലെറ്റ്സ് ഇറേസ് ഇറ്റ്. ദെൻ 5 ഇവിടെ ഇല്ല, സോ കളയാൻ പറ്റില്ല. ദെൻ കം 6, സോ 6 നമുക്ക് കളയാം. അപ്പൊ ബാക്കി ആരാണുള്ള 2 8 ആണ് നമ്മുടെ ബി മൈനസ് സി വരുന്നത്. അപ്പൊ പിന്നെ ബി മൈനസ് സിന്റെ കോംപ്ലിമെന്റ് എന്താവും? 2 8ന്റെ കോംപ്ലിമെന്റ്. സോ നമ്മുടെ ഈ ഫുൾ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് കംപ്ലീറ്റ് വരും എക്സെപ്റ്റ് 2 and 8. അപ്പൊ 2 8 ഒഴികെ ആരൊക്കെയാണുള്ളത്? 1 3 4 5 6 7 8 എഴുതരുത്. ദെൻ 9. ദിസ് കംസ് അവർ സെറ്റ്. ഓക്കെ, ഇതിന്റെ ഇങ്ങനെ ഒന്ന് നോക്കിയാലോ യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ ബി എന്ന് പറയുന്നത് 4 and 6 ആർ കോമൺ എലമെന്റ്. സോ ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ഇൻ ദ മിഡിൽ. ദെൻ 2 4 6 ദിസ് ഫോംസ് അവർ ബി ആസ് വെൽ ആസ് 3 4 5 6 ഫോംസ് അവർ സി ആസ് വെൽ ആസ് 1 2 3 4 5 6 7 8 9. ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ബിയിൽ നിന്നും സി ആണ് കളയേണ്ടത് അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്ന ഈ ഫുൾ സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഈ ഫുൾ സർക്കിൾ. അപ്പൊ സി നമുക്ക് മുഴുവനായിട്ടും കളയണം. സി നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ സി നമ്മൾ കംപ്ലീറ്റ്ലി കളയുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇത് മൊത്തം പോവും. ഓക്കെ, അങ്ങനെ ഒരു സെറ്റേ അവിടെ ഉണ്ടാവില്ല. ഇത് കംപ്ലീറ്റ്ലി പോയി. അപ്പൊ പിന്നെ ബാക്കി അവിടെ എന്താണുള്ള 2 8 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി മാത്രമേ അവിടെ ഉള്ളൂ. ഈ ഒരു 2 8 ആണ്, സോറി, ഈ ഒരു 2 8 ആയി മാറി നമ്മുടെ ബി മൈനസ് സി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ പിന്നെ 2 8, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പുറത്തായി. ഇപ്പൊ 1 2 3 4 5 6 7 8 and 9. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് എടുക്കുന്നത്. അപ്പൊ എന്താണ് ബി മൈനസ് സി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. സോ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സെറ്റ് വേണ്ട, ബാക്കി എല്ലാവരെയും നമുക്ക് ആവശ്യമുണ്ട്. സോ 1 3 6 ഇവരെല്ലാവരും. ഓക്കെ, അതാണ് നമ്മുടെ സെറ്റ് വരാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സൽ സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എ ബി സി ഡി എന്ന് പറഞ്ഞ് 4 സെറ്റ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദയർ കോംപ്ലിമെന്റ്സ്. നമുക്ക് ഈ തന്നിരിക്കുന്ന സെറ്റുകളുടെ കോംപ്ലിമെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ കോംപ്ലിമെന്റ് കാണും? എല്ലാത്തിലും യൂണിവേഴ്സൽ സെറ്റും അതുപോലെ തന്നെ ഗിവൺ ഓരോന്നിലും. ഇപ്പൊ ഇതാണ് ഇവിടെ 1 2 3 അതുപോലെ 4. ഈ 4 സെറ്റിന്റെയും കോംപ്ലിമെന്റ്സ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ കാണേണ്ടത്? എന്റെ കോംപ്ലിമെന്റ് ആണ് കാണേണ്ടത്. സോ വാട്ട് ആർ ദ ഹൈപ്പോത്തിസിസ്? ദ യു യൂണിവേഴ്സൽ സെറ്റും അതുപോലെ തന്നെ എ എന്ന് പറയുന്ന സെറ്റും കോംപ്ലിമെന്റ് ആയതുകൊണ്ടാണ് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആവശ്യം വരുന്നത് അല്ലെ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. അതുപോലെ എ, ഇവിടെ എ പോലെ ഇവിടെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഫുൾ സെറ്റിൽ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ സെറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിലല്ലേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇത് നമ്മുടെ രണ്ടാമത്തേൽ ബി കോംപ്ലിമെന്റ് ആണ് കാണേണ്ടത്. സോ ഇവിടുത്തെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ യു ആസ് വെൽ ആസ് ബി. ദെൻ വി ഹാവ് ടു സി we have to find C complement. So here U as well as C, then here U as well as D. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റയിൽ നിന്നും നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനിന് ഓരോ ക്വസ്റ്റ്യനും ആവശ്യമുള്ള ഗിവൺ ഡാറ്റാസ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അത് എഴുതണം. ഓക്കെ, ഇതൊന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമ്മള് വേണ്ട ഡീറ്റെയിൽസ് 4 എണ്ണത്തിലും എഴുതി. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് ചെയ്തു പോവാന്ന് വിചാരിച്ചത്. കാരണം ഇതിലധികം മനസ്സിലാക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മളത് എഴുതി. ഇനി എന്താണ് വേണ്ടത്? നമ്മൾ വെൻ ഡയഗ്രാം ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൻ ഡയഗ്രാം ചെയ്യുമ്പോൾ ഓരോന്നിലും സെറ്റ് നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇത് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റാണ് വരെ. എല്ലാത്തിലും റെക്ടാംഗിൾസ് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ദെൻ ഇത് എന്റെ കോംപ്ലിമെന്റ് കാണുന്നത് കൊണ്ട് ഈ സർക്കിൾ വിൽ റെപ്രസെന്റ് എ. സിമിലർലി ഇവിടെ ബി, ദെൻ സി, അതുപോലെ ഇവിടെ ഡി. അപ്പൊ നമ്മളത് എങ്ങനെ ചെയ്യും? എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ അതിൽ എലമെന്റ്സ് ചെയ്താ. സോ എ ബി സി ദിസ് ഫോംസ് അവർ എ. പിന്നെ ആരൊക്കെയുണ്ട്? ഡി ഇ എഫ് ജി എച്ച്, ഡി ഇ എഫ് ജി എച്ച്. ഇതാണ് നമ്മുടെ ഇതിന്റെ വെൻ ഡയഗ്രാം. ഓക്കെ, സിമിലർലി നമുക്ക് എല്ലാത്തിന്റെയും വെൻ ഡയഗ്രാംസ് അങ്ങനെ പറഞ്ഞാൽ ഉള്ളില് ഓരോ സെറ്റിലെ എലമെന്റ്സും ബാക്കിയുള്ള എലമെന്റ്സും പുറത്തും ആയിട്ടൊന്ന് എഴുതാം. സോ നമ്മൾ എല്ലാത്തിലും വെൻ ഡയഗ്രാം വരച്ചു. ഇനി എന്താണ്? നമ്മൾ ഇതിലെ എ കോംപ്ലിമെന്റ് കാണാൻ പോവാണ്. അപ്പൊ എന്താ? എ എന്ന് പറയുന്ന സെറ്റ് എ ബി സി ആണ് അല്ലെ. അപ്പൊ പിന്നെ അതിന്റെ കോംപ്ലിമെന്റ് എന്താണ് വരാ? യൂണിവേഴ്സൽ സെറ്റിലെ എ ബി സി ഒഴികെയുള്ള എല്ലാവരും. സോ ഡി ഇ
എഫ് ജി ആൻഡ് എച്ച്. ഇനി വെൻ ഡയഗ്രാം ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് വേണ്ട, ബാക്കി എല്ലാവരും അങ്ങനെയല്ലേ നമ്മൾ കോംപ്ലിമെന്റ് കാണാം. സോ വെൻ വി ഇറേസ് ഇ വി വിൽ ഗെറ്റ് ഡി ഇ എഫ് ജി ആൻഡ് എച്ച്. ഓക്കെ, അതുപോലെ ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റ് എന്താ? ഡി ഇ എഫ് ജി ആണ്. ഇതിലെ ഡി ഇ എഫ് ജി ഇത്രയും നമുക്ക് ആവശ്യമില്ല അല്ലെ. അപ്പൊ ബാക്കിയുള്ളതാണ് ബിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സെറ്റ് വരാം. സോ വാട്ട് വിൽ ബി ദ റിമൈനിങ്? എ ബി സി എച്ച്. ഓക്കെ, സോ ഇവിടുത്തെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് എ ബി സി ആൻഡ് എച്ച്. സിമിലർലി അടുത്തതില് നമ്മുടെ സി എന്ന് പറയുന്ന സെറ്റ് എ സി ഇ ജി ആണ്. അപ്പൊ സിന്റെ കോംപ്ലിമെന്റിൽ നമുക്ക് എ സി ഇ ആൻഡ് ജി ഇത്രയും നമുക്ക് ആവശ്യമില്ല. സോ എ സി ഇ ജി എന്ന് പറയുന്ന ആ ഒരു സെറ്റ് നമ്മൾ ഇറേസ് ചെയ്താൽ ബാക്കി നമുക്ക് എന്താണ് ഉണ്ടാവുക? ബി ഡി എച്ച് എഫ്. സോ ദാറ്റ് ഫോംസ് ദ സെറ്റ് ദർ. ഓക്കെ, അപ്പോൾ ഇവിടെ എ എഫ് ജി എച്ച് നോക്കൂ, ഇവിടെ ഓർഡറിലല്ല തന്നിരിക്കുന്നത്, എഫ് ജി എച്ച് എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം എ സെറ്റ് ഹാസ് നോ ഓർഡർ ആസ് വെൽ ആസ് റിപ്പീറ്റേഷൻ. എഫ് ജി എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ജി എച്ച് ജി എച്ച് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. സോ എ എഫ് ജി ആൻഡ് എച്ച് ഇവരെ നമുക്ക് ആവശ്യമില്ല. സോ വാട്ട് വിൽ ബി ദ റിമൈനിങ് ടേംസ്? ഇത് നമുക്ക് വേണ്ടല്ലോ. അപ്പൊ എ എഫ് ജി എച്ച് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ബി സി ഡി ഇ. അപ്പൊ അതാണ് അവിടുത്തെ ആൻസേഴ്സ് ആയിട്ട് വരാം. ഓക്കെ, സോ ഇവിടെ സി കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് ബി ഡി എഫ് എച്ച്. അതുപോലെ ഇവിടെ ഡി കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് ബി സി ഡി ഇ. ഇതാണ് നമ്മുടെ ബി കോംപ്ലിമെന്റ് വരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീഡിയോ കുറച്ച് ലെങ്തി ആവുമെന്ന് തോന്നുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രീൻ ബോട്ട്. സീ യു അഗൈൻ.